പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്ന വാഹനങ്ങളുടെ മൺസൂൺ കാല സുരക്ഷാ പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനാണ് നടപടി. ഇരിട്ടി ഉപജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ബുധനാഴ്ച നടന്നു. 23-നും മട്ടന്നൂർ ഉപജില്ലയിൽ ഇതേ നടപടി തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ബെൻഹിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് ഇരിട്ടി ഉപജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടന്നത്. മട്ടന്നൂർ ഉപജില്ലയിലെ വാഹനങ്ങളുടെ പരിശോധന 23-ന് മട്ടന്നൂർ SFS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. സ്കൂൾ അധികൃതർ പരിശോധനയുമായി സഹകരിക്കണമെന്ന് ഇരിട്ടി ജോയിന്റ് RTO ആന്റണി മൈക്കിൾ അഭ്യർത്ഥിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം എല്ലാ വർഷവും മഴക്കാലത്തിന് മുന്നോടിയായി ഒരു മൺസൂൺ ചെക്കിങ് പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകൾക്ക് നമ്മൾ നടത്താറുണ്ട്. അങ്ങനെ ഈ വർഷവും മഴ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഇന്നും അടുത്ത ശനിയാഴ്ചയായിട്ട് നമ്മൾ EABകൾക്ക് മാത്രമായിട്ടൊരു ചെക്കിങ് വെച്ചുകൊണ്ട് നടത്തിയിരിക്കുകയാണ്. ഇന്ന് ഏകദേശം ഒരു 80-ലധികം വണ്ടികൾ വന്നിട്ടുണ്ട്. ആ വണ്ടികൾ പരിശോധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം ആണ് മുൻനിർത്തിയാണ് ഈ ചെക്കിങ് നടത്തുന്നത്. അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. ആക്സിഡൻറ്റിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. നമ്മൾ ബസ്സുകളിൽ പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് പരിശോധിക്കുന്നത് ടയറിൻ്റെ ഡെപ്ത്, അതുപോലെ സ്റ്റിയറിങ്, ബ്രേക്ക്, മഴക്കാലത്ത് വൈപ്പർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ നമ്മുടെ EABക്ക് പറഞ്ഞിരിക്കുന്ന ബാഹ്യമായിട്ടുള്ള കുറേ കളർ കോഡുകളുണ്ട്. ആ കളർ കോഡ് പാലിച്ചിട്ടുണ്ടോ, സീറ്റുകൾ കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടോ, ബാഗുകൾ വെക്കാൻ കൃത്യമായ സ്ഥലം റെഡിയാക്കിയിട്ടുണ്ടോ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് വണ്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ടോ, ഫയർ എക്സ്റ്റിംഗ്വിഷർ കൃത്യമായ ഇടവേളയിൽ പുതുക്കിയിട്ടുണ്ടോ എന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വാഹനം ഫിറ്റാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് വണ്ടികൾ പുറത്തേക്ക് പോകുന്നുള്ളൂ. അവർക്ക് നമ്മൾ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. ആ വാഹനം നമ്മൾ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പരിശോധിച്ച വണ്ടിയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ നമ്മൾ ഈ വണ്ടിയുടെ ഗ്ലാസിൻ്റെ മുകളിൽ പതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റോഡിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ചെക്കിങ്ങിന് വരാതെ വണ്ടികളെ കണ്ടെത്താൻ വേണ്ടി കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ആ സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വന്നിരിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസും കൂടി പരിശോധിക്കുന്നുണ്ട്. ലൈസൻസ് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സാണ് EAB വാഹനങ്ങളിൽ വണ്ടി ഓടിക്കാൻ എലിജിബിൾ ആയിട്ടുള്ളത്. ഹെവി വാഹനങ്ങളാണെങ്കിൽ 5 വർഷവും. ആ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുള്ള എല്ലാ വണ്ടികളും ഈ കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുള്ള വണ്ടികളാണ്. 2-3 വണ്ടികൾ ചില കുറവുകളുണ്ടായിരുന്നു. ആ വണ്ടികളെ മടക്കി അയച്ചിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്ത് വരുന്ന മുറക്ക് ബാക്കിയുള്ള വണ്ടികൾക്കും കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു പരിശോധന ഇനി അടുത്ത ശനിയാഴ്ച നമ്മൾ SFS സ്കൂളിലും സീൽ ഇൻ്റർനാഷണൽ സ്കൂളിലും 2 സ്ഥലത്തായിട്ട് കൂടി അടുത്ത ശനിയാഴ്ചയും കൂടി നടത്തുന്നതാണ്. അതോടുകൂടി ഈ ഇരിട്ടി RTO ഓഫീസിൻ്റെ കീഴിലുള്ള എല്ലാ വണ്ടികളും പരിശോധിക്കാൻ ആ പരിശോധനയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിശോധിച്ച് തീരുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സാഹചര്യത്തിൽ വരാൻ പറ്റാതിരിക്കുന്നവർക്ക് അടുത്ത CFൻ്റെ സമയങ്ങളിൽ വണ്ടി പരിശോധിച്ച് സ്റ്റിക്കർ കൊടുക്കുന്നതായിരിക്കും. ടയറുകളുടെ ഗുണനിലവാരം, വൈപ്പർ, ബ്രേക്ക്, എമർജൻസി എക്സിറ്റ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുടങ്ങിയവ വാഹനങ്ങളിൽ ഉറപ്പാക്കണം. പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടുന്ന വാഹനങ്ങൾക്ക് മാത്രമേ വിദ്യാർത്ഥികൾക്കായി സർവീസ് നടത്തുന്നതിന് അനുമതി ലഭിക്കുകയുള്ളൂ. ഇരിട്ടിയിലെ പരിശോധനയ്ക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ രാജേഷ് VP, ബൈജു K, സജീഷ് VP എന്നിവരും സഹീർ MKയും നേതൃത്വം നൽകി. ഏജന്റ് ന്യൂസ്, ഇരിട്ടി. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.